കേരളം കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി. കേരളത്തിന്റെ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെ 4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാമെന്ന ആസൂത്രണത്തോടെ രൂപീകരിച്ച പദ്ധതിയാണ് സിൽവർ ലൈൻ. റെയിൽവേയുടെയും കേരള സർക്കാരിന്റെയും ഉടമസ്ഥതയിലുള്ള സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് പദ്ധതി നടപ്പാക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 529.45 കിലോമീറ്ററാണ് പാതയുടെ നീളം. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നതിനായി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചിരുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകളിലെ പറമ്പിൽ വരെ കേരള സർക്കാർ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചു. സാധാരണ ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. കേരളത്തിൽ സിൽവർ ലൈൻ നടപ്പാക്കാൻ കഴിയുന്നതല്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുകയുണ്ടായി. അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും കൃത്യമായി ഒരു വ്യക്തതയും നൽകിയില്ല. ഇന്നലെ രാജ്യസഭയിൽ എംപിമാരായ ഹാരിസ് ബിയാനും ജോൺ ബ്രിട്ടാസും ഇ ശ്രീധരന്റെ റോൾ സംബന്ധിച്ച ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിവേഗ റെയിൽപാതയിൽ ഇ ശ്രീധരനെ എന്തെങ്കിലും ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യമുയർന്നത്. രാജ്യം തന്നെ ആദരിക്കുന്ന ആളാണ് ഇ ശ്രീധരൻ. അദ്ദേഹം പൊന്നാനിയിൽ ഓഫീസ് തുറന്നിട്ടുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു കേന്ദ്രമന്ത്രി പറഞ്ഞത്. റെയിൽവേയുടെ വികസനത്തിനായുള്ള ശ്രീധരന്റെ നീക്കങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും അശ്വിനി വൈഷ്ണവ് പറയുകയുണ്ടായി. ഇതിനപ്പുറത്തേക്ക് കേന്ദ്രമന്ത്രി ഒന്നും തന്നെ പറയാതിരുന്നത് സിൽവർ ലൈനിന് അനിശ്ചിതത്വം സൃഷ്ടിക്കുകയാണ്. ഈ ശ്രീധരന് നൽകിയിരിക്കുന്ന ചുമതല എന്താണ് എന്നത് സംബന്ധിച്ചോ പദ്ധതിയുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ പറയാൻ കേന്ദ്രമന്ത്രി തയ്യാറായില്ല. രാജ്യസഭയിൽ എംപിമാരായ ഹാരിസ് ബിയാനും ജോൺ ബ്രിട്ടാസും ഉന്നയിച്ച ചോദ്യത്തിനാണ് അശ്വിനി വൈഷ്ണവ് വ്യക്തതയില്ലാത്ത മറുപടി നൽകി ഒഴിഞ്ഞുമാറിയത്. കേരളത്തിൽ സിൽവർ ലൈൻ വരുന്നതിൽ കേന്ദ്രത്തിന് താൽപര്യമില്ലെന്ന് ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. കേരളത്തിന് വേണമെങ്കിൽ അതിവേഗ റെയിൽ പരിഗണിക്കാവുന്നതാണ്. എന്നാൽ ഭൂമി ഏറ്റെടുക്കലാണ് പ്രധാന പ്രശ്നം. മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചതിന് പിന്നാലെ കേരളത്തിലുണ്ടായ പ്രതിഷേധം സമാനതകളില്ലാത്തതായിരുന്നു. കേരളം നിർദ്ദേശിച്ച സിൽവർ ലൈൻ പദ്ധതി പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത്. കേരളത്തിലെ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സിൽവർ ലൈനുമായി മുന്നോട്ടു പോയാൽ ഭൂമി ഏറ്റെടുക്കലും അനുബന്ധ പ്രശ്നങ്ങളും കേരളത്തെ വേട്ടയാടുമെന്ന് ഉറപ്പാണ്. എല്ലാ കാലത്തും കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണന സിൽവർ ലൈൻ വിഷയത്തിലും തുടരുകയാണ്. കേരളത്തിന് സിൽവർ ലൈൻ പ്രായോഗികമല്ലെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പിച്ചു പറയുമ്പോൾ കേരളത്തിന് ഈ പദ്ധതി വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതിക്കായി DMRC മുൻ മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ പൊന്നാനിയിൽ തുറന്ന ഓഫീസിന്റെ പ്രവർത്തനവും വഴിമുട്ടിയിരിക്കുകയാണ്. ഓഫീസ് തുറന്ന 5 ദിവസം പിന്നിട്ടിട്ടും ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. DMRCയുടെ ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് ശ്രീധരൻ പറഞ്ഞിരുന്നത്. പദ്ധതിയെക്കുറിച്ച് വിവരം ലഭിക്കാത്തതിനാൽ സംസ്ഥാന BJP നേതാക്കളും ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്.